ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ചയെ ചൊല്ലി മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയത്തിൽ വിവാദം തുടരുന്നതിനിടെ രാഷ്ട്രീയ എതിരാളികളെ ശത്രുക്കളായി കാണുന്നില്ലെന്ന് വ്യക്തമാക്കി ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ. പവാറിന് ഷോളും തേങ്ങയും നൽകി സ്വീകരിച്ചത് മഹാരാഷ്ട്ര സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും ഷിൻഡെ പറഞ്ഞു. അതേസമയം പവാർ ഷിൻഡെ കൂടിക്കാഴ്ച വിവാദം തള്ളി സുപ്രിയ സുലെ രംഗത്തെത്തി. ഡൽഹിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷായുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ. शरद पवार साहेब ज्येष्ठ नेते आहेत, ते आले, त्यांना मी स्वागत केलं. ശരത് പവാറിനെ സ്വീകരിച്ച സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും തങ്ങൾ രാഷ്ട്രീയ എതിരാളികളാണ് ശത്രുക്കളല്ലെന്നും ഷിൻഡെ കൂടിക്കാഴ്ചയെ ന്യായീകരിച്ചു. पवार साहेब खाली बसलेले आहेत, तर मी येऊन आमची संस्कृती आहे हो महाराष्ट्राची. മഹാരാഷ്ട്ര കർണാടക അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട് സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ പവാർ പിന്നീട് ഷിൻഡെയുടെ ഓഫീസിലെത്തി ഇരുവരും 15 മിനിറ്റോളം കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് ഷിൻഡെയുടെ ഓഫീസിൽ തന്നെ ശരത് പവാർ വിഭാഗം MLA-മാരുടെ യോഗം ചേർന്നതുമാണ് രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചത്. കൂടിക്കാഴ്ചയെ ശിവസേന UBT രൂക്ഷമായി വിമർശിച്ചു. ഏക്നാഥ് ഷിൻഡെയെ കാണുന്നത് രാഷ്ട്രീയ നിയമസാധുത നൽകുന്നതിന് തുല്യമാണെന്ന് നേതാവ് സഞ്ജയ് റാവത്ത് ആരോപിച്ചു. അതേസമയം ഈ കൂടിക്കാഴ്ച മുൻകൂട്ടി ആസൂത്രണം ചെയ്താണെന്നും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടാകാമെന്നാണ് കോൺഗ്രസ് നേതാവ് പൃഥ്വിരാജ് ചവാൻ പ്രതികരിച്ചത്. ശരത് പവാറിന്റെ മകളും NCP SP MP-യുമായ സുപ്രിയ സുലെ വിവാദം തള്ളിക്കളഞ്ഞു. शिंदे साहेबांचा मनाचा मोठेपणा, अच्छे को अच्छा बोलना चाहिए, जे चांगलं आहे हे वास्तव ते मी खरं बोलते की ते कॅबिनेट सोडून ते आले, त्यांनी साहेबांना 1.5 सेकंड एक बुके दिला, हा त्यांचा मनाचा मोठेपणा आणि ते निघून गेले. ഊഹാപോഹങ്ങൾ ചായക്കപ്പിലെ കൊടുങ്കാറ്റെന്നാണ് സുപ്രിയ വിശേഷിപ്പിച്ചത്. Why should I find out on Google Maps? There is no proposal, nor is NDA asking us, no we are asking NDA. അതേസമയം NCP ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നത് അജിത് പവാറിന്റെ ആഗ്രഹമായിരുന്നുവെന്നും ഇപ്പോഴതിന് പ്രസക്തിയില്ലെന്നും സുപ്രിയ വ്യക്തമാക്കി. It was my brother's last wish for both the NCPs to work together and be together. Unfortunately, my brother passed away. So now there is no reason to have this conversation because my brother is no more. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.